എന്നാലേ കുറച്ച് തളച്ച വെള്ളം അങ്ങോട്ട് കുടിച്ചാലേ ഉള്ളൊന്ന് പിന്നെ മുണ്ടാട്ടുണ്ടാവില്ല. നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിയില്ല. എന്നാലും തൊക്കല് ഉമർ ഖയ്യാമിന്റെ കവിതയും വെച്ചിട്ടേ മൂപ്പര നടക്കുള്ളൂ. എന്നോടെപ്പോഴും ചോദിക്കണമെന്ന് കരുതും. നമ്മളെ കാതിരാക്കാനും മരുവള സ്ഥിതി തീർക്കരുത്. ഞമ്മക്കൊല്ലൊരു അന്തസ്, അല്ലെങ്കിൽ തന്നെ ഞമ്മക്ക് വെച്ചൊരു ബന്ധം. അത് നിങ്ങളെ തടിക്ക് പിടിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോ കുട്ടിസ്രാഞ്ഞിന്റെ മാതിരി ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂല. അങ്ങനെയൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കല്ലേ നമുക്ക് നല്ലത്. എന്റെ സാമർത്ഥ്യം കൊണ്ട് ബായിയുടെ ബക്കാലയിൽ നിന്ന് ഞാൻ നേരത്തെ തടി തപ്പി. നീ ഇപ്പോഴും അയാളെ സേവിച്ചുകൊണ്ടിരിക്കുക. കണക്ക് തീർക്കേണ്ട എന്നോടല്ല, നിന്റെ പെങ്ങോട് തീർക്ക്. പോയി അവളെ നോക്കണം. പിന്നെ നീ നേരത്തെ പറഞ്ഞ നരകത്തിന് പുറത്ത് പോണം തോന്നുമ്പോ ഒന്ന് പറഞ്ഞാ മതി. പാസ്പോർട്ട് ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഓലെ പെണ്ണുങ്ങളെ വട്ടം കൂടി തിന്നു അവിടെ. ഇനി ഒരക്ഷരം ഇവിടുന്ന് മിണ്ടിയാലേ 5 എണ്ണത്തിന് മോന്തമലി തിളച്ച വെള്ളം വാരും കുഞ്ഞാലി. 3 മാസം കഴിഞ്ഞാ ഞാൻ നാട്ടിൽ പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്നത്തേക്ക് കാശ് തിരിച്ചെന്ന് പറഞ്ഞോ? പെണ്ണ് ഏത് ചാണപ്പറിച്ചാണെങ്കിലും വേണ്ടില്ല, പണ്ടും പണം നല്ലോണം കിട്ടണം. ആരാന്റെ അമ്മക്ക് പിരാന്തായ കാണാൻ നല്ല രസാന്ന് പറഞ്ഞ മാതിരി ഈ വാർത്തപ്പ നാട്ടുകാർക്ക് നല്ല കിട്ടും. കോഴി ബിരിയാണി വരുത്തരാന്ന് പറഞ്ഞില്ലേ, അതവിടുന്ന കോഴി ബിരിയാണിയോ? ആ, അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ. മൊയിന്റെ എന്റെ പെണ്ണുങ്ങള് ദുബായിൽ നിന്ന് പൈസ അയച്ചിക്കണു. ഈ ബീരാന്റെ തല വെച്ച കൊള്ളിയോണ്ട് ഒരു ഏറ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് മലപ്പുറം റോഡിലെ സ്ഥാപനം ഒന്നുമില്ല? ഇല്ല. എന്നാലേ ബാക്കിയുള്ള പ്ലേറ്റും കൂടി കഴുകിയിട്ട് അവിടെയും കൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കോളി. ഉളുപ്പ് വേണ്ടോ? ഉളുപ്പ് 500 രൂപയും പറ്റിച്ച് പോയതല്ലേ. നാളെ വരുമെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. നിന്നെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് എന്റെ നാട്ടുകാരെങ്കിൽ പിന്നെ ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് ഞങ്ങൾ ഗൾഫുകാർ ആഗ്രഹിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് അവസാനം കുട്ടിയാക്കാന്റെ കാലൊടിച്ചിട്ട് കിട്ടിയതാ ഈ ജോലി. ഇത് കൊളാക്കരുത്. ഗരീമിനോട് ഗൾഫിലെ പണി മതിയാക്കിയിട്ട് ഇങ്ങോട്ട് പോരാൻ പറയും. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും അവന് മാനിയാ ജീവിക്കാം. തിരൂരങ്ങാടി മുഴുവൻ കറങ്ങിയിട്ടും തിരൂര് എവിടെ നിനക്ക് മനസ്സിലായില്ലേ? ഇയാള് നിങ്ങളെ മകള് മുന്താസിനെ കെട്ടാൻ പോണ ആളാണ്. ഈ പെങ്ങളെ കുറിച്ച് ആങ്ങളുടെ അഭിപ്രായം എന്താ? ഇനി എന്താ ബോധ്യപ്പെടാനുള്ളത്? കേക്കണ്ടേ മീമ സുൽഫിക്കറിന്റെ തൊള്ളേന്ന് തന്നെ കേട്ടില്ലേ? അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അനക്ക് ഇനി ഒരു കല്യാണം ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ.